ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഇടത് കോട്ടയായി തുടരും. ആകെയുള്ള 24 ഡിവിഷനുകളിൽ 16 ഡിവിഷനുകളിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ജില്ലാ പഞ്ചായത്ത് രൂപീകരിച്ച കാലം മുതൽ ഭരണം ഇടതുമുന്നണിയുടെ കയ്യിലാണ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ ഇടതുമുന്നണിക്ക് ആധിപത്യം. ആകെയുള്ള 24 ഡിവിഷനുകളിൽ 16 നേടിയാണ് ഇടതുമുന്നണി ആലപ്പുഴ ജില്ലയിലെ ആധികാരിക വിജയം ഉറപ്പിച്ചത്. പുതിയതായി രൂപീകരിച്ച തണ്ണീർമുക്കം ഡിവിഷനിൽ അടക്കം ഇടതുമുന്നണി വിജയിച്ചു. കഴിഞ്ഞ തവണ 2 സീറ്റുകളിൽ ഒതുങ്ങിയ കോൺഗ്രസ് ഇത്തവണ 8 ഡിവിഷനുകളിൽ വിജയിച്ചു. BJP ഒരു സീറ്റിലും വിജയിച്ചിട്ടില്ല. LDF സ്ഥാനാർത്ഥികൾ വിജയിച്ച ചെന്നിത്തല, നൂറനാട്, വെൺമണി ഡിവിഷനുകളിൽ UDF 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. UDF വിജയിച്ച 8 ഇടങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച LDF രണ്ടാമതെത്തി. LDFിന്റെ കഞ്ഞിക്കുഴി ഡിവിഷൻ സ്ഥാനാർത്ഥി S രാധാകൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം. 11,179 വോട്ടിന് UDFിന്റെ സജി കുര്യാക്കോസിനെയാണ് രാധാകൃഷ്ണൻ തോൽപ്പിച്ചത്. നൂറനാട് ഡിവിഷനിൽ CPI-M ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം A മഹേന്ദ്രൻ 4,872 വോട്ടിനും മാരാർകുളത്ത് നിന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R റിയാസ് 6,189 വോട്ടിനും വിജയിച്ചു. ഇടതുമുന്നണിക്കായി അഡ്വക്കേറ്റ് ഷീന സനൽകുമാർ ആര്യാട് ഡിവിഷൻ, അഡ്വക്കേറ്റ് R രാഹുൽ പുന്നപ്ര, ജിസ്മി KJ പള്ളിപ്പുറം, രാജേഷ് വിവേകാനന്ദ പൂച്ചാക്കൽ, വിജയശ്രീ സുനിൽ തണ്ണീർമുക്കം, അഡ്വക്കേറ്റ് നിതിൻ C റെജി മുളക്കുഴ, അഡ്വക്കേറ്റ് അനില രാജു കരുവാറ്റ, സന്ധ്യ ബെന്നി വയലാർ, G കൃഷ്ണകുമാർ മാന്നാർ, ബിനി ജെയിൻ ചെന്നിത്തല, അംബുജാക്ഷി ടീച്ചർ കൃഷ്ണപുരം, ലിഷ അനുപ്രസാദ് പത്തിയൂർ, T വിശ്വനാഥൻ വെൺമണി എന്നിവർ ഉജ്ജ്വല വിജയം നേടി. ജ്യോതിലക്ഷ്മി PR അരൂർ, CV രാജീവ് വെളിയനാട്, മഞ്ജു വിജയകുമാർ ചമ്പക്കുളം, ജോൺ തോമസ് പള്ളിപ്പാട്, B രാജലക്ഷ്മി ഭരണിക്കാവ്, ബബിത ജയൻ മുതുകുളം, ജെയിംസ് ചിങ്കുതറ മനക്കോടം, AR കണ്ണൻ അമ്പലപ്പുഴ എന്നിവരാണ് UDFിനു വേണ്ടി വിജയിച്ചത്.